കൊണ്ടുപോകുന്ന കൂട്ടത്തിലൊക്കെ എന്തെങ്കിലും അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടാണ്ടാന്ന് ഇതുണ്ട്. മാത്രം അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു ഭയമുണ്ട്. അതെ, ഇതിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയ ഒരു കുട്ടി മരിച്ചും, പിന്നെ അതിൻ്റെ പിന്നാലും കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ ജീവിതത്തിൽ ഇവിടെ നിന്നുകൊണ്ട് എന്ത് തോന്നുന്നു? ഇത് ഈ ബിസിനസ് ചെയ്യുന്നുള്ളത് നല്ല നിലയിൽ ഇപ്പോൾ ഉണ്ട്. ഇനം ഒന്നും കൂടി മെച്ചമാക്കി, ഒന്നും കൂടി ഒരു ഗോഡൗൺ, ഒരു സെപ്പറേറ്റ് ഒരു ഹോൾസെയിൽ സെപ്പറേറ്റ് ഒരു വലിയൊരു ഇതാക്കിയിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അത് ഇപ്പോൾ കാസർഗോഡ് അത്ര ഡെവലപ്മെൻറ്റ് കുറവാണ് മൊത്തത്തിൽ. കേരളത്തിനെ അപേക്ഷിച്ച് കാസർഗോഡ് ഡെവലപ്മെൻറ്റ് ബാക്കിലാണ്, ഏറ്റവും ലാസ്റ്റ് എല്ലാ തരത്തിലും. ഇവിടെ എന്തെങ്കിലും സംഭവം വരുന്നുണ്ടെങ്കിൽ തന്നെ അത് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് മാറ്റിക്കളി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കേട്ടിട്ട് പേപ്പറിലെല്ലാം വരുന്നത്, കാസർഗോഡ് വരുന്നത് കൊല്ലത്തേക്ക്, അവിടത്തേക്ക് മാറ്റുന്നുണ്ടെന്ന് പറയുന്നത്. അതെല്ലാം വന്നാൽ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ആവുള്ളൂ. തീർച്ചയായിട്ടും. അതെ, അതുപോലും നമുക്ക് ആ ഒരു സപ്പോർട്ട് പോലും കിട്ടുന്നില്ല. പല സ്ഥലത്തുനിന്നും ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഈ പിന്നെ ഇപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു, പ്രൈവറ്റ് രംഗത്തേക്ക് വർക്ക് ചെയ്യുന്നു, അച്ഛൻ പിന്നെ കോൺട്രാക്ടർ രംഗത്തേക്ക് വർക്ക് ചെയ്യുന്നു. എപ്പോഴെങ്കിലും കോൺട്രാക്ടർ രംഗത്തേക്ക് വരണമെന്നുള്ളത് തോന്നലുണ്ടായിട്ടുണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം SLC എല്ലാം കഴിഞ്ഞ് ആ സമയത്ത് കോൺട്രാക്ട് ആണെന്നാണ് ആഗ്രഹം ഉണ്ടായത്. പിന്നെ ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞ് പിന്നെ ഒന്ന് മാറ്റി ചവിട്ടാന്നുള്ളൊരു ഇതുണ്ടായി. അതെ അതെ. അതുപോലെ തന്നെ ബാബയ്ക്ക് അങ്ങോട്ടും ആ ബിസിനസ്സിലോട്ട് പോകണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതന്നെയാണ്. ഇപ്പോൾ എല്ലാം കൂടി എൻ്റെ കുട്ടികളെല്ലാം ബിസിനസ് മാറി കെട്ടി കൊണ്ടിട്ട് പണി മതിയാക്കി പിന്നെ ബിസിനസ് ആയിട്ട് നോക്കിയിട്ട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒന്നുണ്ട്, എല്ലാവർക്കും അക്കരപ്പച്ച, അതെ, അതിൻ്റെതായ വിഷമമുണ്ട്. ഇപ്പൊ പ്ലൈവുഡ് മാർക്കറ്റ് ആണെങ്കിൽ അവർക്ക് വേറൊരു ഫീൽഡിലേക്ക് അവൻ എത്തിക്കണമെന്നുള്ള ഒരു ഇത്. അത് കോൺട്രാക്ട് എല്ലാ ഫീൽഡിലും അതിന്റെ പണിയിൽ ആർക്ക് വേണം പെട്ടെന്ന് വരാം. ഒരു പണി കഴിഞ്ഞ് ആ പണി കഴിഞ്ഞ് അത് ബില്ല് കിട്ടിയാൽ അതിന്റെ പണി കഴിഞ്ഞ്. ബിസിനസ് അതല്ല, ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിന് രണ്ട് ഒഴിവാക്കണമെങ്കിൽ ഇന്ന് നാളെ ഒഴിവാക്കണമെങ്കിൽ ഒരു കൊല്ലം മുമ്പേ അതിനുള്ള സ്റ്റഡി ചെയ്യണം. ഒഴിവാക്കാനും പറ്റൂല, ഒഴിവാക്കാൻ പറ്റില്ല. ബിസിനസ് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാന്നുള്ളത്. ഇപ്പൊ പല കോണ്ടാക്ട്സും ഇപ്പൊ ഞാൻ എൻ്റെ ഫീൽഡ് തന്നെ എടുത്താൽ ഇപ്പൊ പല എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് എല്ലാവരും ഇത് കോണ്ടാക്റ്റിലാന്നുള്ളത്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് സഡൻ ചെയ്ത അവർക്കെല്ലാം ഇതിന്റെ എഫക്റ്റ് വരും. മുന്നോട്ട് പോകുന്ന മറ്റേ വിട്ടിട്ട് നമ്മളിത് വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പോകണമല്ലോ, അത് കണ്ടിന്യൂ പോയെങ്കിൽ ഇതാക്കാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ കരുതുകയാണ്. പിന്നെ യുവതലമുറയോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഒരു ഈ തലമുറയിലെ ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുന്നൊരു കക്ഷി എന്നുള്ള നിലയിൽ. കാരണം സാധാരണ ഒരു ജോലിയുമില്ല, ഉണ്ടായാലും ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു സ്ഥലത്തേക്ക് എത്താൻ പോകുന്നില്ല, പറ്റൂല. അത് ആദ്യം വേണ്ട. സക്സസ് ആയില്ലെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ സക്സസിലേക്ക് അത് എത്തും. 100% അത് എത്തും. നാട്ടിൽ നിന്നിട്ട് ബിസിനസ് ആക്കുന്നെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താലേ അതിനെ ബിസിനസ് ഇതാക്കാൻ പറ്റും. പുറത്ത് പോയുള്ള നമുക്ക് പറയാൻ പറ്റില്ല. നാട്ടിൽ നിന്നിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ എന്താണ് അച്ഛന് പറയാനുള്ളത്? പിന്നെ ഇനി വരുന്ന ഭാവി തലമുറയോട് തന്നെ പറയാനുള്ളത്, ഈ നാട്ടിൽ നിന്നിട്ട് ബിസിനസ് ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് നാട്ടിൽ നിന്നിട്ട് കാര്യമുള്ളൂ. അതെല്ലാം നാട് വിട്ടിട്ട് പോയിട്ട് ബിസിനസ് ചെയ്യാനല്ലാണ്ട് നാട്ടിൽ ഹാർഡ് വർക്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. വിജയം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും, നിശ്ചയം എന്നാണ് ഇവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്തായാലും പരിചയപ്പെട്ടതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും അവരവരുടെ ജോലികൾ, അവരവരുടെ വർക്ക് ചെയ്യുന്ന മേഖലകൾ കൂടുതൽ ഭംഗിയായി നടത്താൻ ദൈവം സഹായിക്കട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോടൊപ്പം വന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ എപ്പിസോഡിലെ ചോദ്യം ചോദിക്കുന്നു: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാണ്? ശരി ഉത്തരം അയച്ചു തരേണ്ട ഫോൺ നമ്പർ ചുവടെ ചേർക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.